നമ്മുടെ മുഴുവൻ ജീവിതവും യേശുവിൽ ആധാരാക്കി വളരേണ്ടതാണ്. യേശുവുമായുള്ള അടുത്ത ബന്ധമാണ് ആധാരം. ആധാരമില്ലാത്ത ക്രിസ്ത്യൻ ജീവിതം പുറത്തുനിന്ന് നല്ലതുപോലെ തോന്നാമെങ്കിലും അകത്തേക്ക് വരുമ്പോൾ അത് വരണ്ടതായിരിക്കും. ദൈനംദിന ധ്യാനം. അതിനാൽ നിങ്ങൾ ക്രിസ്തു യേശുവിനെ കർത്താവായി സ്വീകരിച്ചിരിക്കുന്നതുപോലെ അവനിൽ നടക്കുവിൻ. അവനിൽ ആധാരമാക്കി, അവനിൽ പണിതുയർത്തി, വിശ്വാസത്തിൽ ഉറപ്പു പ്രാപിച്ച് നിങ്ങൾ പഠിച്ചതുപോലെ നന്ദിയോടെ അതിൽ സമൃദ്ധിയോടെ ഇരിക്കുവിൻ. കൊലോസ്യർ 2:6-7. ദൈവത്തിന്റെ ഇച്ഛയെന്നത് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച നാം അവനിൽ ആധാരമാക്കി അവനിൽ ഉറപ്പോടെ നിലനിൽക്കുകയും ദൈനംദിനം വളരുകയും ചെയ്യുന്നതാണ്. എങ്കിലും ഇന്നത്തെ കാലത്ത് പലരും ക്രിസ്ത്യൻ ജീവിതം വെറും പുറമ്പോക്കെയാണ് ജീവിക്കുന്നത്. ഞാൻ യേശുവിനെ സ്വീകരിച്ചു, ഞാൻ നിത്യമായി ആരാധനയിൽ പങ്കെടുക്കുന്നു, ഞാൻ എൻ്റെ വഴിപാടുകളും ദശാംശവും ശരിയായി നൽകുന്നു എന്നിങ്ങനെയാണ് അവർ ക്രിസ്ത്യൻ ജീവിതം എന്നത് കരുതുന്നത്. അതിലുപരി പ്രധാനമായത് നമ്മുടെ മുഴുവൻ ജീവിതവും യേശുവിൽ ആധാരാക്കി വളരേണ്ടതാണ്. നാം ഒരു വിത്ത് വിതയ്ക്കുമ്പോൾ അത് മണ്ണിൽ വിതയ്ക്കപ്പെടുന്നു. അത് മുകളിലൊരു മനോഹരമായ ചെടിയായി വളരുന്നതിന് മുമ്പ് അതിൻ്റെ വേരുകൾ ആഴത്തിൽ മണ്ണിൽ പിടിച്ചെടുക്കണം. വേരുകളില്ലെങ്കിൽ വളർച്ചയുമില്ല. ആഴത്തിലുള്ള വേരുകൾ ഇല്ലെങ്കിൽ അത് ഉറപ്പോടെ നിലനിൽക്കാൻ കഴിയില്ല. ചെറിയൊരു കാറ്റ് പോലും അതിനെ വീഴ്ത്തും. ക്രിസ്ത്യൻ ജീവിതവും ഇതുപോലെയാണ്. നാം യേശുവിനെ സ്വീകരിച്ചു എന്ന് പറയുന്നതിലും പ്രധാനമാണ് നാം യേശുവിൽ ആധാരമാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യം. ഇസ്രായേൽ ജനങ്ങളെ നോക്കൂ. അവർ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നു, പക്ഷേ ഈജിപ്തിന്റെ മനോഭാവം അവരിൽ നിന്ന് പുറത്തു വന്നില്ല. അതുപോലെ തന്നെ ഇന്നും നാം സഭയിലെത്തിയേക്കാം, പക്ഷേ ലോകത്തിന്റെ മനോഭാവവും സൗഹൃദങ്ങളും തുടരുന്നുവെങ്കിൽ പ്രശ്നങ്ങളും പോരായ്മകളും നേരിടുമ്പോൾ നാം ഉറച്ചു നിൽക്കാൻ കഴിയില്ല. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഉപമയിലെ കല്ലുകൊണ്ട് നിറഞ്ഞ നിലത്തിൽ മുളച്ച വിത്ത് മണ്ണ് കുറവായതിനാൽ വേഗത്തിൽ മുളച്ചു. പക്ഷേ സൂര്യൻ ഉയർന്നപ്പോൾ അത് ചൂടേറ്റു ഉണങ്ങി, വേരില്ലാത്തതിനാൽ ഉണങ്ങിപ്പോയി. കല്ലുകൊണ്ട് നിറഞ്ഞ നിലത്തിൽ വീണ വിത്ത് വിളവുണ്ടാക്കാൻ കഴിയാതിരുന്നതിന്റെ കാരണം അതിന് വേരില്ലായ്മയായിരുന്നു. യേശുക്രിസ്തു ആ ഉപമ വിശദീകരിച്ചപ്പോ കല്ലുകൊണ്ട് നിറഞ്ഞ നിലത്തിൽ വിതച്ചവൻ വാക്ക് കേട്ട് ഉടൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവനാണെന്ന് പറഞ്ഞു. എന്നാ അവനിൽ വേരില്ലാത്തതിനാൽ കുറച്ചു നേരം മാത്രമേ നിലനിൽക്കൂ. വാക്കിന്റെ കാരണമായി കഷ്ടതയോ പീഡനമോ വന്നാൽ ഉടൻ അവൻ വഴിതെറ്റിപ്പോകുന്നു. യേശുവുമായുള്ള അടുത്ത ബന്ധമാണ് വേറെന്ന് പറയാം. വേറില്ലാത്ത ക്രിസ്ത്യൻ ജീവിതം പുറത്തുനിന്ന് നല്ലതുപോലെ തോന്നാമെങ്കിലും അകത്തുനിന്ന് വരേണ്ടതായിരിക്കും. വേറില്ലാത്തവർക്ക് പരീക്ഷണം വന്നാൽ ഉടൻ തന്നെ അവർ വിഷമത്തിലേക്ക് മുങ്ങിപ്പോകും. ഒരു പ്രശ്നം വന്നാൽ അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും സഭ വിട്ടുപോകുകയും ചെയ്യും. ആർക്കെങ്കിലും അവരെ വേദനിപ്പിച്ചാൽ അവർ ദൈവത്തോട് മുഖം തിരിയും. ഇതിന് കാരണം അവർ ക്രിസ്തുവിൽ ആഴത്തിൽ വേരൂന്നിയിട്ടില്ലെന്നാണ്. ആഴത്തിൽ വേരില്ലാത്ത ക്രിസ്ത്യൻ ജീവിതം വളരെ അപകടകരമാണ്. പുറത്തുനിന്ന് ആരാധന, പാട്ട്, സഭയിലെ ഉത്തരവാദിത്വം, ദൈവസേവനം എന്നിവയൊക്കെയുണ്ട്. പക്ഷേ ഉള്ളിൽ കയ്പ്, അഹങ്കാരം, അസൂയ, മറ്റുള്ളവരോടുള്ള ക്ഷമയില്ലായ്മ, രഹസ്യപാപം എന്നിവയുണ്ട്. നിങ്ങൾ ക്രിസ്തുവിൽ വേരൂന്നിയിട്ടുണ്ടോ? യൂദാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷിച്ചവര് വീണ്ടും താഴേക്ക് വേരൂന്നി മുകളിലേക്ക് ഫലം തരും. 2 രാജാക്കന്മാർ 19:30. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടൊപ്പം ആകട്ടെ. ആമേൻ.